ഫസ്റ്റ് ടൈം ആട്ടോ ഇത്രയും ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ടാക്കുന്ന. ബീഫ് മന്തി ആദ്യമായിട്ടാട്ടോ. ചിക്കൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്, ബീഫ് കൊണ്ട് മന്തി ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ക്ലീൻ ചെയ്ത ബീഫിലേക്ക് ചോപ്പറിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും തക്കാളിയും, പിന്നെ ഇത് ക്യാപ്സിക്കും മല്ലിച്ചപ്പും പുതിനയും മിക്സ് ചെയ്തതാണ്. പിന്നെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും, പിന്നെ ഞാൻ വീട്ടിൽ തന്നെ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള അറബിക് മസാലയും, പിന്നെ ഒരു 3-4 ഉണക്ക നാരങ്ങ, അതുപോലെ തന്നെ കുറച്ച് മാഗി ക്യൂബൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടൊരു 3-4 മണിക്കൂർ അത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷം ആട്ടോ വേവിച്ചെടുക്കുന്നത്. അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 കുക്കറിലായിട്ടാട്ടോ ഒരു 6 വിസിൽ വീതം വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്ന് ബീഫ് മാത്രം സെപ്പറേറ്റ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ബീഫിൻ്റെ സ്റ്റോക്കിലാണ് ഞാൻ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. റൈസ് ഞാൻ സിന്നാരയുടെ ബാസ്മതി റൈസാട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വലിയ പാത്രമൊന്നും എൻ്റെ അടുത്ത് ഇല്ലാത്തത് കാരണം ഞാൻ 2 പാത്രത്തിലായിട്ട് തന്നെ കേട്ടോ റൈസ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബീഫ് സ്റ്റോക്ക് ഹാഫ് ആയിട്ടെടുത്ത് ബാക്കിക്ക് വെള്ളവും ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് റൈസ് ഇവിടെ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബീഫ് ഞാൻ മാറ്റി വെച്ചത് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ബീഫ്. അതിന് ശേഷം ഞാൻ സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് റൈസിനും ബീഫിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് കൊടുക്കുന്നു ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ബർത്ത്ഡേയുടെ കുട്ടിയുടെ മോളുടെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ.